ഹാജിമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഉംറക്കാർ നിരന്തരമായി പോയി വരുന്നുണ്ട്. കഅബാലയത്തിന്റെ സൗന്ദര്യം കണ്ടുവരുന്നവരുണ്ട്. മസ്ജിദുൽ ഹറാമിന്റെ നിർമ്മാണ വൈഭവം അറിയുന്നവരുണ്ട്. ആ മതാഫിൽ നിന്നുകൊണ്ട് കഅബത്തിന്റെ രക്ഷിതാവ് അല്ലാഹുവിനെ അനുഭവിച്ചവരുണ്ടോ? അവരാണ് ഹാജിമാർ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിലും അല്ലാഹുവിനെ കാണാനുള്ള ഒരു പോക്കാണ് ഹജ്ജ്. അതുകൊണ്ടാണ് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തത് മുതൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, വാഹനത്തിലിരിക്കുമ്പോഴും ലബ്ബൈക്, മലകളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും ലബ്ബൈക്, ഏതേതു നിർമ്മിതികളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോഴും അല്ലാഹുവേ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആ മതാഫിൽ ചെന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് തവാഫ് തുടങ്ങുമ്പോ അല്ലാഹുമ്മ ഈമാനം ബിക, അതോടെ റബ്ബിനെ കണ്ടു കഴിഞ്ഞു. നേരിട്ട് പറയാൻ തുടങ്ങി. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ നിന്ന് എല്ലാത്തിലും റബ്ബിനെ കാണാൻ വേണ്ടി വന്ന ഞാൻ ഇവിടെ വെച്ച് നിന്നെ നേരിട്ട് കാണുകയാണ്. അല്ലാഹുമ്മ ഈമാനം ബിക. ആ മതാഫിൽ നിന്നപ്പോ റബ്ബ് നമ്മുടെ ഉള്ളിലേക്ക് വന്നോ? അപ്പോഴാണ് നമ്മൾ ഹാജിയായത്. അപ്പോഴാണ് നമ്മൾ ഹാജിയായത്. അപ്പോഴാണ് നമ്മൾ ഉംറ നിർവഹിച്ചവരായത്. കേവലമായ ഒരു തീർത്ഥാടനമല്ല, കേവലമായ ഒരു സഞ്ചാരമല്ല. അല്ലാഹുവിനെ അത്യുന്നതമായി അറിയാനുള്ളതാണ് അറഫ. അടിമ ഉടമയോട് ഏറ്റവും ചേരുന്ന ഒരു മഹാമുഹൂർത്തം. അല്ലാഹുവേ നിന്നെ അറിഞ്ഞിരിക്കുകയാണ്. നിന്നെ അറിഞ്ഞപ്പോൾ എനിക്ക് നിന്റെ മുമ്പിലൊന്നും പറയാൻ കഴിയണില്ല. അറഫയിൽ നിന്ന് ശബ്ദമുയർത്തുന്നതിനേക്കാൾ ശബ്ദമുയർത്താതെ മൗനം ദീക്ഷിച്ചവരാണ് ഒരു പക്ഷേ റബ്ബിലേക്ക് അടുത്തവർ. അറഫയിൽ ഒരു ദിക്റും നിർബന്ധമില്ല. അതെന്താ? പരമാധികാരിയെ വേണ്ട പോലെ അറിഞ്ഞാൽ മിണ്ടാട്ടം മുട്ടിപ്പോവും. അല്ലാഹു ഉള്ളിലേക്ക് വന്നാൽ പിന്നെ മിണ്ടാട്ടില്ല. അറഫ്തു റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ ആസ്വദിക്കുകയാണ്. അല്ലാഹുവിന്റെ ജലാൽ, അല്ലാഹുവിന്റെ ജമാൽ അതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോ എന്തോ മിണ്ടാൻ കഴിയുമോ? അല്ലാഹുവിനെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് അറഫയിൽ നിൽക്കുമ്പോ മിണ്ടാട്ടമുണ്ടാവില്ല. അവിടുത്തെ ശബ്ദങ്ങളെക്കാൾ മൂല്യമുള്ളതാണ് നിശബ്ദത. അതുകൊണ്ടാണ് അറഫയിൽ നിർബന്ധമായ ദിക്റുകളില്ല. നമ്മൾ ജഡങ്ങൾ പോലെ അറഫയിലെത്തുന്നു. നമ്മൾ ജഡങ്ങൾ പോലെ മിനയിൽ താമസിക്കുന്നു. നമ്മൾ ജഡങ്ങൾ പോലെ തിരിച്ചു വരും. നമ്മളെ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവണില്ല. ഞാൻ ഈ പറയുന്നതും നമ്മൾ ഈ കേൾക്കുന്നതും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു അനക്കമുണ്ടാക്കിയിട്ടുണ്ടോ? അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു തആല ഫി ഉലാ. അല്ലാഹുവിനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഒന്നുമില്ലേ? അഹോ കഷ്ടം. നന്നായി പണിയെടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലാഹുവിനെ പറയുമ്പോഴും കേൾക്കുമ്പോഴും അവനെ ആലോചിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പിടയൽ, ഒരു നനവ്, ഒരു കിനിവ്. അല്ലാഹ് ആരാണ് റബ്ബ്? യാ റബ്ബ്, യാ റബ്ബ്. നമ്മുടെ ഉള്ളിലേക്ക് ആത്മീയ വിചാരങ്ങൾ അന്യമായി കൊണ്ടിരിക്കുന്നു. നമ്മളൊരു ഓളം പോലെ ജീവിക്കുകയാണ്. നമ്മളൊരു താളം പോലെ സഞ്ചരിക്കുകയാണ്.
നമ്മൾ ഒഴുക്കുവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടിചവറുകൾ പോലെ കാലത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ താളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലൊന്ന് പിടിച്ചു നിന്നുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തപിക്കുന്ന ഒരു ഹൃദയത്തോടെ ആകാശത്തിന്റെ അധിപൻ, ഭൂമിയുടെ പരമാധികാരി, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ ഒന്നറിഞ്ഞ് ആ റബ്ബിന്റെ ജലാലിലേക്ക് നമ്മളെ ചേർത്ത ഒരു ജമാൽ, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സ്നേഹമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമാണ്. അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നിർത്തുന്നു. അല്ലാഹുവിനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നമ്മളോട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയാൻ വേണ്ടി അതാ അവിടുത്തെ വീട്ടിൽ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ലോകത്തിന്റെ രാജാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് സ്ത്രീപക്ഷവാദികൾ, ഫെമിനിസ്റ്റുകൾ, ലിബറലിസ്റ്റുകൾ, നമ്മുടെ പെൺകുട്ടികൾ പറയും, ചിലര് പറയും എനിക്ക് വിവാഹമൊന്നും വേണ്ട, ചിലര് പറയും വിവാഹമൊക്കെ വേണം സ്വന്തം ഒരു ജോലിയായിട്ട്, ചിലര് പറയും വിവാഹം കഴിഞ്ഞാലും ജോലി വേണം, സ്വയം പര്യാപ്തത വേണം, സ്വയം ഇൻകം ജനറേറ്റ് ചെയ്യണം, എനിക്കാരെയും ആശ്രയിക്കാൻ പറ്റൂല, എനിക്ക് ഡ്രൈവിംഗ് അറിയണം, സ്വയം വണ്ടി എടുത്ത് പോകണം, എനിക്ക് സ്വന്തം ഇൻകം വേണം, സ്വന്തം വിനിയോഗിക്കണം, ഞാൻ ആരോടും എൻ്റെ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരരുത്. നമ്മളുടെ കുട്ടികൾ ഇന്നുണ്ടാക്കുന്ന ഒരു ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഴചേർത്തു വെച്ച ഒരു കുടുംബ ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ മനോഹാരിത അറിയാതെ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ വരുന്നത്. നമ്മൾ കടത്തിക്കൂട്ടിയ പല മാലിന്യങ്ങളുമാണ് ഇന്നത്തെ കുടുംബത്തിന്റെ ഭദ്രതകളില്ലായ്മ ചെയ്യുന്നത്. നമ്മൾ കടത്തിക്കൂട്ടിയത്. മതത്തിന് യാതൊരു പ്രശ്നമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനോദി തന്നത് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങളെ ഇണയും തുണയുമായി പടച്ചത്. നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ല, നിങ്ങൾ ഇണയും തുണയുമാണ്. നിങ്ങൾ ഇണയും തുണയുമാണ്. നിങ്ങളെ പരസ്പരം ഡിസൈൻ ചെയ്യുന്ന വസ്ത്രമാണ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും. മലയാളത്തിലെ ഭാര്യയും ഭർത്താവും നമ്മൾ പറയണ ഇണയും തുണയും നിങ്ങളെ ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളാണ്. നിങ്ങളൊരു മനസ്സായി ഒരു വലിയ നിർമ്മിതിയുടെ ഭാഗമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയാൻ നേരം പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുന്നു. ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാവിൽ അവസാനം കിട്ടിയ നനവേതാണെന്നറിയുമോ? പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നനച്ചു കൊടുത്ത മിസ്വാക്കിന്റെ നനവ്, അറാഖിന്റെ നനവ്. എത്രമേൽ പ്രണയമായിരുന്നു ആ 60കളിലും പ്രിയപത്നിയോട് അടയാളപ്പെടുത്തിയതാണത്. ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ചു വെച്ച മാംസകഷ്ണം അതെടുത്തിട്ട് ആയിഷ ഉമ്മയുടെ പല്ലു പതിഞ്ഞ ഭാഗത്ത് നിന്ന് ബാക്കി കടിച്ചു തിന്നുന്ന റൊമാന്റിക് സ്നേഹത്തെ 60കളിലും അടയാളപ്പെടുത്തിയ ജീവിതത്തിന്റെ സൗന്ദര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സൗന്ദര്യത്തെ ലോകത്തെ വിജ്ഞാനികളുടെ ഉന്നതിയിൽ നിന്ന് 4 ഖലീഫമാർക്കും മതവിധികൾ പറഞ്ഞു കൊടുക്കാൻ മാത്രം അവഗാഹമുള്ള പണ്ഡിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ. ഈ മതത്തെയാണോ വേറെ ഏതോ ഒരു ലോകത്തേക്ക് വലിച്ചു കെട്ടിയിട്ട് ഇപ്പോൾ ചില ലിബറലിസ്റ്റുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നത്? എത്ര മനോഹരമായൊരു ജീവിതം!
ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പെരുന്നാളിന്റെ അന്ന് എത്യോപ്യക്കാരുടെ ഒരു കളി നടക്കുന്നുണ്ട് അങ്ങപ്പുറത്ത് പള്ളിയുടെ മുറ്റത്ത്. അപ്പൊ എന്നോട് ചോദിച്ചു, ആയിഷ കാണാൻ ബോധ്യമുണ്ടാവും? ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ ഇവിടെ വെച്ചോളൂ, മുഖം ഇവിടെ വെച്ചുകൊള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് നോക്കി, ആയിഷ മുഖം ഇവിടെ ചേർത്ത് വെച്ചു, അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണായി, മടുത്തു. മതിയില്ലേ? മതി. മദീനത്ത് നിന്നുള്ള മനോഹരമായ ഒരു രംഗം. അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കരം കവർന്ന് മുസാഫഹ ചെയ്യണം. അങ്ങനെ നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുന്ന നേരം അല്ലാഹു നിങ്ങളുടെ കരം പിടിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. ഇത്ര മനോഹരമായ ഒരു സന്ദേശം അടയാളപ്പെടുത്തി ജീവിതം കൊണ്ട് കാണിച്ചു തന്ന നേതാവിനെ നമ്മൾ അറിയണില്ല, നമ്മൾ പഠിക്കണില്ല. ഞാൻ സദസ്സിനോട് ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, എന്നോട് ആരും ദേഷ്യം പിടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവചരിത്രം, ഒരു ബ്രീഫ് ജീവചരിത്രമെങ്കിലും വായിച്ചു തീർത്ത എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ ഒന്ന് കൈവക്കാൻ പറ്റുമോ? വിഷമാവോ? ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ബ്രീഫ് ഹിസ്റ്ററി എങ്കിലും വായിച്ചു തീർത്തൊരു കൈ നോക്കാൻ പറ്റുമോ? മാഷാ അല്ലാഹ്. ബാക്കി ആലോചിക്കുമ്പോൾ ഇന്നാലില്ല. നമുക്ക് നമ്മുടെ നബിയെ അറിയാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തറിയാനാണ് ഈ ജീവിതം? നിങ്ങൾ നിങ്ങളുടെ വാപ്പാനെ കുറിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വായിച്ചു തീർത്തേനെ. ഉമ്മാനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വായിച്ചു തീർത്തേനെ. ഭാര്യയെ കുറിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വായിച്ചു തീർത്തേനെ. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും ഇഷ്ടപ്പെടേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഒന്ന് വായിക്കാൻ നേരം കിട്ടാഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? ഓ മുഅ്മിനീങ്ങളെ, അതൊരപരാധമല്ലേ? നമുക്കറിയില്ല ആരാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വായിക്കും തോറും പഠിക്കും തോറും എഴുതും തോറും ഒരു മഹാലോകമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 770 എത്രയെന്ന് 771 ദിവസമായി അൽഹംദുലില്ലാഹ് സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസവും ഒഴിയാതെ ഇന്ന് 771 പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ തുടങ്ങിയ എഴുത്താണ്. കഴിഞ്ഞുപോയ ഓരോ അധ്യായത്തിലും എഴുതിയതിനേക്കാൾ കൂടുതൽ എഴുതാൻ വേറെയുണ്ട്. അങ്ങനെയുള്ളൊരു മഹാജീവിതം. ഈ സദസ്സിൽ ഒരു കൂട്ടുകാരനുണ്ട്, അയാളെ പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. സൈഫുദ്ദീൻ അല്ലേ? സൈഫുദ്ദീൻ എന്ന കൂട്ടുകാരൻ അൽഹംദുലില്ലാഹ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ കുറിപ്പ് എല്ലാ ദിവസവും സ്വന്തം കൈപ്പടയിൽ നോട്ട് ബുക്കിൽ ഫുൾ എഴുതും. അങ്ങനെ 12 നോട്ട് പുസ്തകം പൂർത്തിയായി. ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വെച്ച് കാണുകയാണ്. അദ്ദേഹം നോട്ട് പുസ്തകം കാണിക്കാൻ വേണ്ടി വന്നതാ. ഏതാണ്ട് 2015 പേജ് 2015 പേജ് ഇത്രയും ദിവസം കൊണ്ട് അദ്ദേഹം എഴുതി. അത് അദ്ദേഹത്തിന് വലിയൊരു പ്രതീക്ഷയാണ്. അതിലെത്രയോ തവണ സ്വലാത്ത് എഴുതി. എല്ലാ ദിവസവും ആകെ ഒരു ചെറിയ പാസേജ് ഉണ്ടാവുള്ളൂ എഴുതാൻ.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ വിചാരിച്ചാൽ, എഴുതാൻ വിചാരിച്ചാൽ നമുക്ക് സമയം നീക്കി വെക്കാനാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഇനി നിങ്ങളോടൊരു അഭ്യർത്ഥനയാണ്. ഈ വരുന്ന റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും എന്ന് തീരുമാനിക്കാൻ പറ്റുന്നവർക്കെന്ന് കൈവക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ആരൊക്കെ കൈവക്കിയെന്നും ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ബോധ്യപ്പെടാനുമല്ല, നിങ്ങൾക്ക് സ്വയം തീരുമാനം ഉറക്കാൻ വേണ്ടി കൈവക്കാൻ പറഞ്ഞു. നമ്മൾ ഈ വരുന്ന റബീഉൽ അവ്വലിന് മുമ്പ്, റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ വായിച്ചു. ഇവിടെ ബുക്ക് ഫെയർ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മുടെ സാഹിത്യോത്സവനോടനുബന്ധിച്ച് ബുക്ക് ഫെയർ ഉണ്ടാവും. ആ ബുക്ക് ഫെയറിൽ നിന്ന് നിങ്ങൾക്ക് ആ പുസ്തകം, സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ എഴുതിയ പലരും എഴുതിയ പുസ്തകമുണ്ട്. എൻ്റെ പുസ്തകം ചിലപ്പോൾ വായിച്ചാൽ തീരൂല. അതിപ്പോൾ ഇറങ്ങിയത് 3 വള്ളിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് 2 വള്ളിയും കൂടെ റബീഉൽ അവ്വലിന് മുമ്പ് ഇറങ്ങണം. അപ്പൊ അതും വാങ്ങാം. അതാകുമ്പോൾ കൂടുതൽ വിശാലമായി വായിക്കാം. ഏറ്റവും ബ്രീഫായിട്ടെങ്കിലും സുൽത്താനുൽ ഉലമാ ഉസ്താദ് എഴുതിയ പുസ്തകം IPB പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബുക്ക് ഫെയറിൽ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുപോലെ IPB പബ്ലിഷ് ചെയ്ത ഇബ്രാഹിം നക്രാജ് ഫൈസിയുടെ ഒരു പുസ്തകം, ഒരു ബ്രീഫ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകം ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ, എന്റെ പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വായിച്ച് ഉള്ളിലേക്കൊന്ന് ചേർത്ത് വെക്കുമ്പോഴാണ് ഇതാരായിരുന്നു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നറിയുന്നത്. ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും ആ ജീവിതം വായിക്കുമ്പോ. രാജപ്രൗഢിയിൽ നിന്നുകൊണ്ട് മേറാജിന് പോയ പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. അത് വായിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അമ്മായിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാര്യം വായിക്കുന്നത്. അപ്പോ എത്രയോ കാലം കൊണ്ട് മടക്കി വെച്ച് പൊടി നിറഞ്ഞ ഒരു തഴപ്പായ എടുത്ത് നിവർത്തിയിട്ട് കൊടുത്തു. പഴക്കം കൊണ്ട് കാറിപ്പോയ ചില കാരക്കയും എടുത്തു വെച്ചു കൊടുത്തു. യാതൊരു മടിയുമില്ലാതെ ആ കാരക്ക എടുത്ത് കഴിച്ചു. യാതൊരു മടുപ്പുമില്ലാതെ ആ പൊടി പുരണ്ട പായയിൽ നിസ്കരിച്ചു. അവിടുത്തെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. സന്തോഷത്തോടെ ആ കുടുംബത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നു പോയി. ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇത് വായിക്കും, വേറെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരെ മുഴുവനും പരിഭ്രമിച്ചു പോയ രംഗത്ത് ഒരു രാജാവിനെ പോലെ വരുന്ന രംഗം വായിക്കാൻ പറ്റും. മദീനക്കാരോട് പറയും, പേടിക്കണ്ട, അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഒരു സ്വഹാബി പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ പറയും, മോനെ, എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഏറ്റവും നിലവാരം കുറഞ്ഞ കാരക്ക കഴിച്ചു ജീവിച്ച ഒരു ഗ്രാമീണയായ ആമിനയുടെ മകനാണ് ഞാൻ, സന്തോഷത്തോടെ വന്നെടുത്തിരുന്നോളൂ. പിന്നെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കും. എവിടെയാണ്? അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ എല്ലാ സ്വഹാബികളും പരിഭ്രമിച്ച നേരത്തെ പടക്കളത്തിലേക്ക് ഞാൻ അള്ളാന്റെ നബിയാണെന്ന് പ്രഖ്യാപിച്ചിറങ്ങിപ്പോയ ഒരു പ്രൗഢിയുടെ രംഗമാണ്. ഹുനൈനിന്റെ രണാങ്കണം പരിഭ്രമിച്ചു പോയ പ്രകമ്പനം കൊണ്ട പ്രഖ്യാപനമാണ്. അത് വായിച്ചു കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് നമുക്കൊന്നുകൂടി പോകാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ തഴപ്പായിൽ കിടന്ന പായയുടെ അടയാളം ശരീരത്ത് മുഴുവനും വരഞ്ഞു കിടക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്ന് ചോദിച്ചു, അല്ലയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നല്ല വിരിപ്പെങ്കിലും ഇട്ട് കിടന്നുകൂടെ എന്ന്. അപ്പോഴവിടുന്ന് പറയും, ഞാൻ ഇവിടെ ജീവിക്കാൻ വന്ന ആളല്ല, ഞാൻ പോവാൻ വന്ന ആളാ. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ യാത്രികനാണ് ഞാൻ. പിന്നെ ഞാൻ എന്തിനു വലിയ വിരിപ്പ് നോക്കണം?
ഞാൻ എന്തിനു വലിയ കൊട്ടാരം എടുക്കണം, ഞാൻ എന്തിനു വലിയ സപ്രപഞ്ചത്തിലേക്ക് പോകണം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തുന്നൽക്കാരൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്, എൻ്റെ ചെറിയ കുടിലിലേക്ക് അവിടുന്ന് ഒന്ന് വരുമോന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദുഈതു ഇലാ ഖുറാഇൻ ലഅജബ്തു. ചെറിയൊരു കുറഞ്ഞ മാംസം വെച്ച ഒരു കുഞ്ഞു സദ്യയിലേക്ക് എന്നെ വിളിച്ചാലും ഞാൻ വരും. ആ വീട്ടിൽ ചെന്നപ്പോൾ ചരങ്ങയും മാംസവും ഇട്ട നല്ല കറിയുണ്ട്. അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, ആ ചൊരങ്ങയിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ മുതൽ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സദ്യക്ക് പോകുമ്പോൾ ചരങ്ങാക്കറി ഉണ്ടെങ്കിൽ അതെടുത്ത് അടുത്ത് വെച്ച് കൊടുക്കും. പിന്നെ മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച എല്ലാ കറിയിലും ചൊരങ്ങ അതിലെ ഒരു വിഭവമായിരിക്കും. ഇങ്ങനൊക്കെ വായിക്കാനൊരു നേതാവ് ലോകത്ത് വേറെ എവിടെ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അധ്യായം വായിക്കുമ്പോഴും അങ്ങനെയാ. ലോകത്തൊരു നേതാവിനെ കുറിച്ചും ഇങ്ങനെ ഒരു അധ്യായം ഉണ്ടാവില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ മുസാഫഹ ചെയ്തതിനെ കുറിച്ച് മാത്രം ഇമാം യൂസുഫ് സാലിഹ് ശാമി എഴുതിയത് വായിച്ചാൽ വേറെ ലോകത്തൊരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ അധ്യായം ഉണ്ടാവില്ല, ഒരു ലീഡറെ കുറിച്ച്. അങ്ങനൊരു മഹാലോകമാണ്. പക്ഷെ നമുക്ക് നേരല്ല. ആരെ അറിയാൻ? ഫിദാക അബീ വ ഉമ്മി എന്ന സ്വഹാബത്ത് മുഴുവനും പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ നമുക്ക് നേരമില്ല. ഓ മുഅ്മിനീങ്ങളെ, നമുക്കാകെയുള്ള രക്ഷയാരാണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് ഒരല്പസമയം അടുത്തേക്ക് വന്നാൽ, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു വരിയുണ്ട്. ആ വരി എവിടുന്നാണ്? ആ വരി ഏതാണ്? മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയതാണ്. സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ എഴുതിയതാണ്. അവര് ആരുടെ ശിഷ്യനാണ്? ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അവരെല്ലാവരും അന്നത്തെ അസ്ഹരിമാരാണ്. ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ചവരാണ്. ജാമിഉൽ അസ്ഹറിൽ പഠിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ കേരളത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ അസ്ഹരിമാരാണ്. അത് മഖ്ദൂമുമാരാണ്. അവര് ജാമിഉൽ അസ്ഹറിൽ പഠിച്ചു വന്നവരാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് ശിഷ്യന്മാരെ കാണാൻ പൊന്നാനിയിൽ വന്നു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ അവരെഴുതിയ മൗലിദിന് മങ്കൂസ് മൗലിദ് എന്ന് പേര് വെച്ചു കൊടുത്തു. ആ മങ്കൂസ് മൗലിദിലുണ്ട്, അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻ ളാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. പണ്ട് കഞ്ഞിയും ചോറും ഒന്നും ഇല്ലാത്ത കാലത്ത് സലാത്തിനൊക്കെ ഒരു ഊർജ്ജം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മന്തിയും കബ്സയും ഒക്കെ കഴിച്ചിട്ട് ഒരു ആഫിയത്തും ഇല്ലാത്ത മനുഷ്യന്മാരായി പോയി. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചെല്ലുക, അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻ ളാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു والسلام على الرسول الشفيع المبتهي والحبيب العربي الشفاعة هب لنا. അവിടുത്തെ ശിപാർശ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണമേ. ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ,
അന്ത്യനാളിൽ അവിടുന്ന് അനുകമ്പയോടെ ശുപാർശ ഞങ്ങൾക്ക് നൽകണമേ. സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉന്നതരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ചൊല്ലുന്ന ആ അഭ്യർത്ഥന എവിടെന്ന് കിട്ടിയതാണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരല്പസമയം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പൊന്ന് വീട്ടിലേക്ക് പോയതാണ്. അതിലും ചില രഹസ്യങ്ങളുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നിമിഷങ്ങൾ വീട്ടുകാരോട് ചില സന്തോഷങ്ങൾ പങ്കുവെക്കാനും യാത്ര പറയാനുമുള്ള നേരമല്ലേ. അപ്പോൾ കൂട്ടുകാരനൊന്ന് മാറി നിന്നു കൊടുത്തതാണ്. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞു. അപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സമനില തെറ്റിപ്പോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. നാപ്പൊട്ടനായി പോയി, അഖ്റസായി പോയി. അല്പസമയത്തേക്ക് വാക്ക് പുറത്തു വരുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ബോധരഹിതനായി പോയി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹിമായത്തിന്റെ കവചമായി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കി അമർത്തി സന്തോഷത്തിന്റെ, എന്നാൽ വിരഹ ദുഃഖത്തിന്റെ ചുംബനം നൽകി. എന്നിട്ട് പറഞ്ഞു, ഫൽനകുൻ ബിബാലിക യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഓർമ്മ വേണം, ഞങ്ങളെ മറന്നു പോകരുത്. അതാണ് നമ്മൾ ചൊല്ലുന്നത്, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ. നാളെ ഒന്ന് കൈപിടിക്കണേ, അവിടുന്ന് യാത്രയാവുകയല്ലേ, ഒന്ന് കൈപിടിക്കണേ, വിട്ടുകളയല്ലേ എന്നാണ് അടുത്ത കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറഞ്ഞു പറയാനുണ്ടായിരുന്നത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ളറിഞ്ഞ മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തവണ മദീനയിലെത്തണം, ഒരുപാട് തവണ അവിടുത്തെ സന്തോഷത്തോടെ കാണണം. അവസാനം ഈ ലോകത്തോടുന്ന് പിരിയുന്ന സമയത്ത് അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട്, അല്ലാഹുവേ നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകാർ, കൂട്ടുകുടുംബാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അബ്ദുല്ലാ കാരാത്തോട് നമ്മുടെ കൂട്ടുകാരനായി ഈ നാട്ടിൽ നിന്ന് നേരത്തെ റബ്ബിലേക്ക് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ്. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ പ്രവർത്തകനുണ്ടല്ലോ അടുത്ത യൂണിറ്റിൽ, ഫാദിലി. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ അടുത്ത പ്രദേശത്തുള്ള കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ട ഉനൈസ് എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിൽ കയറിയിട്ടാണ് വന്നത്. അതാ നമ്മുടെ മൊയ്നിയിൽ പഠിച്ചൊരു മൊയ്നിയുടെ ജ്യേഷ്ഠനാണ്. ആ ചെറുപ്പക്കാരന്റെ ഒരു കുഞ്ഞു മോളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ആ മോൾ അറിയുന്നില്ലല്ലോ അനാഥയാണെന്ന്. അല്ലാഹുവേ ആ മകൾക്കും അതിന് ജ്യേഷ്ഠനായി 2-3 വയസ്സ് വ്യത്യാസമുള്ള മറ്റൊരു കുട്ടിയുണ്ട്. ആ മക്കൾക്ക് നീ അനാഥത്വത്തിന്റെ നൊമ്പരം നൽകാതെ നീ പ്രത്യേകമായി അവർക്ക് ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. അതുപോലെ നമ്മ വിട്ടുപിരിഞ്ഞു പോയ എത്ര കൂട്ടുകാർ, പ്രവർത്തകർ, അതുപോലെ നമ്മുടെ നേതാക്കൾ, സയ്യിദ് ഫളിൽ, ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ കോയമ്മത്തങ്ങൾ നമ്മുടെ വലിയൊരു ആത്മീയ തണലായിരുന്നു. പ്രത്യേകിച്ചും നമ്മളോട് വലിയ വാത്സല്യമുള്ളൊരു വലിയ സയ്യിദായിരുന്നു. പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്.
വന്ന് താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോടൊപ്പം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു സമയവും ഖുർആൻ ഓതി ചെലവഴിക്കുന്ന വലിയ ആബിദായ സയ്യിദായിരുന്നു. ദറജ ഉയർത്തിക്കൊടുക്കണം അല്ലാഹ്. അതുപോലെ ജലാലുദ്ദീനുൽ ബുഖാരി തങ്ങൾ വളപട്ടണം ഖാദി അവറുകൾ സഖാഫിയായ പണ്ഡിതനും ഖാദിയുമാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ദറജ ഉയർത്തിക്കൊടുക്കണം അല്ലാഹ്. ഇതുപോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട പ്രവർത്തകർ, അവർ SSFന്റെ പതാക പിടിച്ചത് ഇങ്ങനെയൊക്കെ ഒരു ദുആ കിട്ടാനാണ്, ഒരുപാട് ആളുകളുടെ നിസ്കാരം കിട്ടാനാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ പരലോക സന്തോഷം നൽകി ഞങ്ങളെ നീ വിളിക്കുന്നൊരു സമയത്ത് നല്ല മരണം നൽകണം അല്ലാഹ്. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ ചൊല്ലണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുന്ന് പഠിപ്പിച്ച ദീനും പറയാനാണ്. പറയുന്ന ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണം അല്ലാഹ്. കേൾക്കുന്നവരിൽ അതുകൊണ്ടൊരു ബറക്കത്ത് നീ ഔദാര്യം ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, സഹപാഠികൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും മജാലിസുകൾ ബറക്കത്തുള്ള മജ്ലിസുകളാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈ നാട് വലിയ മഹത്വമുള്ളൊരു നാടാണ്. വലിയ ആലിമീങ്ങളുടെ കഥ പറയാനുള്ള നാടാണ്. ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റഹിമഹുല്ലാഹ് മഹാനവറുകൾ അവിടുന്ന് പഠിച്ചിട്ടുള്ള നാടാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് ആലിക്കുഞ്ഞ് ഉസ്താദ് അവർകൾ വലിയ മഹബത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. അല്ലാഹുവേ, അവരുടെ ഒക്കെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്. മഹബത്തിന്റെ ഖൽബ് നൽകണം അല്ലാഹ്. സഫാ ഉള്ള ഖൽബ് നൽകണം അല്ലാഹ്. ആരോടും ഒരു പകയോ വിദ്വേഷമോ ആരോടും ഒരു വിരോധമോ ഉള്ള ഖൽബ് തന്ന് ഞങ്ങളെ നീ ഫിത്നയാക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഈ പരിപാടി ഇസ്സത്തോടെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഈ സാഹിത്യോത്സവ് പുതിയ തലമുറയിൽ ദീനീ ചൈതന്യത്തോടെ വർത്തമാനകാലത്ത് ദീനീ സംവേദനത്തിന് പറ്റുന്ന കഴിവുള്ളവരെ വാർത്തെടുക്കാൻ SSF നടത്തുന്ന പരിപാടിയാണ്. അല്ലാഹുവേ, ഇത് നീ വിജയിപ്പിക്കണം അല്ലാഹ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സമയങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, ബന്ധുജനങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരണം വരെ ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും വളരെ പാവപ്പെട്ടവർക്ക് അറിവ് നൽകാനും അന്നം നൽകാനും അഭയം നൽകാനും വ്യത്യസ്ത പദ്ധതികൾ നടത്തുന്നുണ്ട്. എല്ലാം നീ വിജയിപ്പിച്ചു തരണം അല്ലാഹ്. വേണ്ടതൊക്കെ നീ നൽകണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് വലിയ കടബാധ്യതകൾ ഇത്തരം പദ്ധതികളുടെ വകയായി ഉണ്ട്. എല്ലാം വീടാനുള്ള വഴി നൽകണം അല്ലാഹ്. നീ സഹായിക്കണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് വേണ്ട എല്ലാ വഴികളും തുറന്നു തരണം അല്ലാഹ്. ഞങ്ങൾ ബംഗാളിലും ബീഹാറിലും ഒക്കെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ബംഗാളിലെ ഇസ്ലാംപൂരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. 410 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ നാട്ടുകാരായ കുട്ടികളാണ്. അവര് നാളെ ആ നാട്ടിൽ ദീനീ ദായിമാരായി മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പഠിപ്പിക്കുകയാണ്. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അതിനൊക്കെ പിന്തുണയ്ക്കുന്നവർക്ക് നീ വേണ്ടതൊക്കെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാഹ്. മരണം വരെ ഞങ്ങൾക്ക് തഅല്ലുമ് തഅലീം
അതിനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളുടെ ദർസുകൾ ബർക്കത്തുള്ളതാക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ആലിമീങ്ങളാക്കണം അല്ലാ. രണ്ട് ലോകത്തും ഖുർറത്തു ഐനാക്കണം അല്ലാ. അല്ലാഹുവേ, ഉമ്മപെങ്ങന്മാര് ആമീൻ ചൊല്ലുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉമ്മപെങ്ങന്മാരുണ്ട്. എല്ലാവർക്കും നീ സ്വലാഹിയത്ത് നൽകണം അല്ലാ. അവരുടെ നല്ല നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കണം അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, വിദേശത്തും സ്വദേശത്തുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവർ, അവരെ നീ സഹായിക്കണം റഹ്മാനെ, സഹായിക്കണം റഹ്മാനെ, സഹായിക്കണം റഹ്മാനെ.